ഒരു വെയിറ്റ് ഗെയിൻ വീഡിയോ ആയിട്ടാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്തത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചേച്ചി വെയിറ്റ് ഗെയിൻ ചെയ്തത്, ഒരു വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, അതിന് ഈ കുട്ടിക്ക് ഇതിനും മാത്രം തടിയുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ. എന്നെ സംബന്ധിച്ച് ഇത് എനിക്കെന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു തടിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി കൂടിയാൽ സന്തോഷം തന്നെയാണ്, പക്ഷെങ്കിൽ ഇതെനിക്ക് ഓക്കെ ആണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊക്കെ ഈ കുട്ടി തടിച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ മുന്നേ ഉള്ള ഞാൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു ഞാൻ മുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മുന്നേ എനിക്ക് കുറേ നെഗറ്റീവ് കമൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ മെലിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോവുകയാണെങ്കിലും, എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ, വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തരാറില്ലേ, എന്താ ഒന്നും കഴിക്കാറില്ലേ, ഈ കോലിൽ തുണി ചുറ്റി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്, അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുമായിരുന്നു. പിന്നെ ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്, എന്താ തടിക്കാത്തത്, ഇപ്പോഴും മെലിഞ്ഞിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അതത്ര ഒരു വിഷയമായിട്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല, കാരണം കേട്ട് ശീലമായി. പിന്നെ പണ്ടത്തതിൽ നിന്നും ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം പറയുന്ന ആൾക്കാരങ്ങനെ പറയുമ്പോൾ ഞാൻ അതത്ര കാര്യമായിട്ട് എടുക്കാറില്ല. എനിക്കറിയാം നിങ്ങളും ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നേരിടുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഞാൻ അധികം ലാഗ് അടിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ എങ്ങനെയാണ് ഈ ഒരു രൂപത്തിലായത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ഇങ്ങനെ തടിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരോടാണ്. നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. നമുക്ക് കുറച്ച് ക്ഷമ ഉണ്ടെങ്കിലേ ഈ കാര്യം നടക്കുള്ളൂ. കാരണം നമ്മുടെ ബോഡിക്ക് വരുന്ന ചേഞ്ചസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ തടിക്കാനാണെങ്കിലും മെലിയാനാണെങ്കിലും ഒക്കെ അതിന് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. എല്ലാ ആൾക്കാരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു മാസം ഞാൻ ഇതെല്ലാം കഴിച്ചു, ഇന്ന ഭക്ഷണമൊക്കെ കഴിച്ചു, പക്ഷേ എനിക്ക് ഒരു ചേഞ്ചസും ഉണ്ടായില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് വലിയൊരു ചേഞ്ച് നമ്മുടെ ബോഡിക്ക് വരണമെന്നില്ല. ഉണ്ടാവും, തീരെ ഉണ്ടാവില്ല എന്നല്ല, പക്ഷേങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഇമ്പ്രൂവ്മെൻ്റ് അതിൽ വരണമെന്ന് ഇല്ല. അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, പെട്ടെന്ന് തടിക്കുന്ന ആൾക്കാരും ഉണ്ട്, തടിക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യമാണ് ഞാനിപ്പോൾ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനും തടി വെക്കാൻ കുറേ സമയം എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഒരുമിച്ചാണ് ഈ തടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോരോ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അവളും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഒരുമിച്ചായതുകൊണ്ട് പിന്നെ അത് നല്ല രസമായിട്ട് അങ്ങ് പോയി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതില്ലേ അതിന് ഒരു പ്രോപ്പർ ടൈം സെറ്റാക്കുക എന്നുള്ളതാണ്. അതായത് സമയത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ രാവിലത്തെ ഫുഡാണെങ്കിൽ ഒരു 8 മണി 9 മണീൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 11-12 മണീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടുത്ത കഴിക്കുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ നേന്ത്രപ്പഴം ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ തടി വെക്കാൻ വേണ്ടിയിട്ട്. നേന്ത്രപ്പഴം നെയ്യിൽ വഴറ്റിയിട്ട് അങ്ങനെ കഴിക്കാം. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും അതും കഴിക്കാം. അല്ലെങ്കിൽ ഈ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച ചോറുണ്ടാവില്ലേ, അതിൽ കുറച്ച് തൈരും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കാന്താരി മുളകും കൂടെ ചതച്ചിട്ടിട്ട് അങ്ങനെ കഴിക്കാം. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതും തടി വെക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതും നല്ലൊരു സാധനമാണ്. അങ്ങനെ കഴിക്കുക ഈ 11 മണീൻ്റെയും 12 മണീൻ്റെ ഇടയ്ക്ക്.
പിന്നെ ലഞ്ചിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1:30-2:30 നമ്മൾ ലഞ്ച് കഴിച്ചിരിക്കണം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കാര്യം എടുത്ത് കഴിക്കുക. അത് എന്തെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഐസ്ക്രീം ആണെങ്കിലൊക്കെ കുറച്ചായിട്ട് അതും കഴിക്കാം. അതും നല്ലൊരു കാര്യമാണ് ഈ തടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓവർ ആവാൻ പാടില്ല, കുറച്ച്. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ചായക്ക് ആ സമയത്തും നമ്മൾ ചായൻ്റെ ഒപ്പം ചെറുതായിട്ട് അങ്ങനെ കഴിക്കാണ്ട് ഇപ്പം ബ്രെഡും ചീസും അങ്ങനെ കഴിക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബ്രെഡും മുട്ടയാക്കി കഴിക്കാം. പിന്നെ എന്തെങ്കിലും പുഴുക്ക് പോലെ ആക്കി കഴിക്കാം. പിന്നെ ഞങ്ങൾ ദേവു ഉള്ളതുകൊണ്ട് ദേവു അവളൊരു സാലഡ്, പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കുമായിരുന്നു. അത് കഴിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി അവളുടെ യൂട്യൂബ് ചാനലിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി ഇതൊന്നും നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ രാവിലത്തെ ചായക്കൂട്ടലില്ലേ, അതെടുത്തിട്ട് കഴിച്ചാലും മതി ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ ഒരു 8:30-ൻ്റെയും 9:30-ൻ്റെയും ഇടയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ രാത്രിത്തെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ ഷേക്ക് അടിച്ചിട്ട് അതായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അതായത് നേന്ത്രപ്പഴവും പിന്നെ പീനട്ട് ബട്ടർ, പിന്നെ നട്ട്സ് ഉണ്ടാവില്ലേ, നമ്മുടെ കയ്യിലുള്ള നട്ട്സ്, ഡേറ്റ്സ്, ഇതെല്ലാം ഇട്ടിട്ട് ഒരു ഷേക്ക് അടിച്ചിട്ട് അതായിരുന്നു ഈ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് കുടിച്ചത്. അത് ഏറ്റവും നല്ലൊരു സാധനമാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഷേക്കാണിത്. ഇത് നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഇല്ലേ, അത് കൂട്ടാൻ ശ്രമിക്കുക. പെട്ടെന്ന് കൂട്ടണം എന്നല്ല, കുറച്ചായിട്ട്. ഇപ്പം നമ്മൾ രാവിലെ ഒരു 2 ദോശ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് 3 ആക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊരു 4 ആക്കുക. അങ്ങനെ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടുക. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വെള്ളം കുടിക്കാണ്ടിരിക്കരുത്. ഒരു ദിവസം ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. അത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതെടുത്ത് കുടിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ പുറമെ ഞങ്ങൾ കഴിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് സഗീടോൺ എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ കാണുന്നില്ലേ, ഇതാ സഗീടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഹ്യമാണ്. ഇത് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ട് വാങ്ങിച്ചതാണ്. ഞാനും അവളും കൂടെ 2 ബോട്ടിൽ വീതം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേങ്കിൽ ഇത് മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ തടി വെക്കും അങ്ങനെയല്ല. ഇതിനൊപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡില്ലേ, അത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഇത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ വിശപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് ഇത് മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ തടി വെക്കും അങ്ങനെയില്ല കേട്ടോ. അപ്പോൾ ഇതാർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് അപ്പം പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യം ഞങ്ങൾ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഈ റാഗി ഇല്ലേ, മുത്താറി എന്ന് പറയും, ഈ കുഞ്ഞു കുട്ടിയൊക്കെ കൊടുക്കുന്ന, അത് അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ കുറുക്കിയെടുത്തിട്ട് പാലിൽ കുറുക്കിയെടുത്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും ഒക്കെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് കഴിക്കുന്നത്, അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഈ മുത്താറി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അതേപോലെ തന്നെ ഈ മുത്താറി കാച്ചുന്ന സമയത്ത് നമ്മൾ ഒരു കഷ്ണം ബീട്രൂട്ടും പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് അത് കുറുക്ക് പോലെ ആക്കി എടുത്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെയും ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ എന്തായാലും ഒരു മുട്ട കഴിച്ചിരിക്കണം കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ ചിക്കനും മീനൊക്കെ നമുക്ക് ഡെയിലി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കുറച്ച് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചാൽ മതി. ഒരു സമയത്ത് നമുക്ക് കുറേ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഇടവിട്ടിട്ട് കുറച്ചായിട്ട് കഴിച്ചു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് ചെയ്യുക. ഇത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, എൻ്റെ അനിയത്തി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ അവൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എക്സസൈസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അവൾ ചെയ്യാറുണ്ടായിരുന്നു. അത് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും, എക്സസൈസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ തടിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ തടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നന്നായിട്ട് ഫുഡ് കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, പിന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക, എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക. ഇതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തടിക്കാൻ പറ്റും. ആരും വിഷമിക്കണ്ട. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന എന്തെങ്കിലും ആൻസർ ഇനിയിപ്പോൾ അധികമായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.